നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗം നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ടുകർമ്മം നടന്നു. നടുവിലാലിലും നായ്ക്കനാലിലുമാണ് പന്തൽ നിർമ്മിക്കുന്നത്. പ്രശസ്ത കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വിട പറയുന്നത് ചിട്ടവിടാതെയുള്ള വാദന ശൈലിയുടെ വക്താവ്. വേനൽ കനത്തതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പൊള്ളുന്ന വെയിലിൽ പാൽ ഉൽപാദനം കുറഞ്ഞതും കന്നുകാലികളിൽ വർദ്ധിച്ചുവരുന്ന അസുഖങ്ങളുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. കുട്ടനല്ലൂർ ഫ്ലൈ ഓവറിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ലോറി ക്ലീനർ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. കൊറ്റംകുളം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. പെരിങ്ങനം പൊന്മാനിക്കുടം സ്വദേശി കാക്കരാലി വീട്ടിൽ സെമീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാരന് മർദ്ദനമേറ്റതായി പരാതി. നിമ്മിമോൾ ബസ്സിലെ കണ്ടക്ടറും കാറളം കിഴുത്താണി സ്വദേശിയുമായ വലിയ വീട്ടിൽ സത്യപാലനാണ് മർദ്ദനമേറ്റത്. മോഷണ സ്വർണം വിൽക്കാൻ സഹായിച്ചയാൾ പോലീസ് പിടിയിൽ. കേസിലെ 2ാം പ്രതിയായ കോഴിക്കോട് കള്ളിയാട്ടുപറമ്പ് സ്വദേശി രജീഷ് ബാബു എന്നറിയപ്പെടുന്ന റാഷിദിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന റോട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതി പരത്തി. ചൊക്കന റബ്ബർ പ്ലാന്റേഷനിൽ ഇറങ്ങിയ 20ഓളം ആനകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള 11 ആനകളാണ് റോഡിലിറങ്ങിയത്. പാറയമ്പാടം അഗതിയൂർ റോഡിലെ പാലം ശോചനീയാവസ്ഥയിൽ. പാലത്തിന്റെ അടിവശത്തെ കമ്പികളിലെല്ലാം പുറത്തു കാണാവുന്ന സ്ഥിതിയിലാണ്. ശോചനീയാവസ്ഥയിലായ പാലം പൊളിച്ചു പണിയണമെന്ന് നാട്ടുകാർ. ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കും. ഇന്ന് രാത്രി പൊതുദർശനം പൂർത്തിയാകും. തൃശൂർ കോർപ്പറേഷന്റെ ഗോസായിക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. കുട്ടികൾക്ക് വാക്സിൻ നൽകുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി രേഖകൾ കത്തിനശിച്ചു. ഉത്സവത്തിന് മുമ്പായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്കുവശത്തുള്ള ആനവയറൻ മതിലിലെ ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വാതിൽ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. വെള്ളാങ്കല്ലൂർ ചിരട്ടക്കുന്നിൽ നിന്നും കാണാതായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിരട്ടക്കുന്ന് സ്വദേശി ചേലങ്ങാട്ട് പറമ്പിൽ ടെറിനിയാണ് പൈങ്ങോട് പണിക്കച്ചിറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡ്. പണി പൂർത്തിയായ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ കാനവൃത്തിയാക്കലിന്റെ പേരിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ വഴിയാത്രികർക്ക് തടസ്സമായ മെറ്റൽ കൂട്ടം അധികാരികൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റീത്ത് സമർപ്പിച്ചു. കളക്ടർക്കും MLA-മാർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ. മാർ അദായി സ്ലീഹ പള്ളിയുടെ റബ്ബർ എസ്റ്റേറ്റിലെ 54 റബ്ബർ മരങ്ങൾ മോഷണം പോയി 2 വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച പറവട്ടാനി ചർച്ച് സ്ക്വയറിൽ പ്രതിഷേധ ഉപവാസ കൂട്ടധർണ സംഘടിപ്പിക്കും. ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന 8 വർഷം പഴക്കമുള്ള 54 റബ്ബർ മരങ്ങളാണ് 2023 മുറിച്ചു കടത്തിയത്. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. എടത്തുരുത്തി ഫൊറോന വികാരി ഫാദർ ജോഷി പാലിയങ്കര കൊടിയേറ്റ് നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സംഗമം തൃശൂരിൽ നടന്നു. TC രവീന്ദ്രനാഥ്, തോമക്കുട്ടി, വത്സല തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് നിന്ന് 7 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഇക്ബാൽ നയിക്കുന്ന സാഹോദര്യ പദയാത്ര ആരംഭിച്ചു. അഴീക്കോട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ ദീപശിഖ സ്ഥാപിച്ചു.
തൃശൂർ രാഗചിത്ര ആർട്സ് അവതരിപ്പിക്കുന്ന 11ാമത് മധുരസ്മരണ സംഗീത സായാഹ്നം ഞായറാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പഴയ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന സംഗീത സായാഹ്നം പ്രശസ്ത വീണാ വിദ്വാൻ എ അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. എറിയാട് പേ ബസാർ സി സ്റ്റാർ ആർട്സിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവജന കൂട്ടായ്മയും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ SHO BK അരുൺ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി 35ാം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനായി പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദശദിന ക്യാമ്പ് ആരംഭിച്ചു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് SN റോഡ് റെസിഡൻസ് അസോസിയേഷൻ 11ാം വാർഷികാഘോഷം ഞായറാഴ്ച CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് TG ഗിരി, സെക്രട്ടറി പുരുഷോത്തമൻ, AM മജീദ്, ബാബുരാജ് കൊല്ലാറ എന്നിവർ പങ്കെടുത്തു. ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനംകുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. പഴയന്നൂർ പഞ്ചായത്തിൽ ആർത്തവ കപ്പുകളുടെ വിതരണ ഉദ്ഘാടനം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. പഴുവിൽ മാധവ മാരാർ സ്മാരക സ്കന്ധ പുരസ്കാരം ചെണ്ട കലാകാരൻ അന്തിക്കാട് കൃഷ്ണപ്രസാദിനും ഇലത്താള കലാകാരൻ വെള്ളാങ്കല്ലൂർ അനൂപിനും നൽകുമെന്ന് പഴുവിൽ രഘുമാരാർ അറിയിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് തിങ്കളാഴ്ച പുരസ്കാരം സമ്മാനിക്കും. കൊണ്ടാഴി പഞ്ചായത്ത് കുടുംബശ്രീ CDS അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗാത്മക വിരുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ K ഷീന അധ്യക്ഷയായിരുന്നു. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലുള്ള ടാൻസാനിയ സ്വദേശി അബ്ദുൾ ഹമാദ് മഖാമയാണ് ചോദ്യം ചെയ്യുന്നത്. പെരുമ്പിലാവിൽ വെള്ളം വിതരണ ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പെരുമ്പിലാവ് കരിങ്കാട് ചോല സ്വദേശി ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളം വിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.